നമസ്കാരം. പ്രധാന വാർത്തകൾ. വിവാദ ആൾദൈവം സന്തോഷ് മാധവൻ കൊച്ചിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. കോതമംഗലം പ്രതിഷേധം. മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനും ജാമ്യം. കിഫ്ബി കേസിൽ തോമസ് ഐസക് വെള്ളം കുടിക്കും. കെ സുരേന്ദ്രൻ. വാർത്തകൾ വിശദമായി. വിവാദ ആൾദൈവം സന്തോഷ് മാധവൻ മരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു അന്ത്യം. സ്വയം സന്യാസ പരിവേഷം ചാർത്തിയ സന്തോഷ് മാധവൻ ശാന്തി തീരം എന്ന സന്യാശ്രമം നടത്തുകയും ഒട്ടേറെ വഞ്ചനാ കുറ്റങ്ങളിൽ അറസ്റ്റിലാക്കുകയും ചെയ്തിരുന്നു. സ്വാമി അമൃത ചൈതന്യ എന്ന പേരിൽ ആത്മീയ ജീവിതം നയിച്ചു വന്നിരുന്ന ഇദ്ദേഹത്തെ 40 ലക്ഷം രൂപ തട്ടിയെന്ന ദുബായ് ബിസിനസ്കാരി സെറഫിൻ എഡ്വിൻ 2008 നൽകിയ പരാതിയിലൂടെയാണ് സന്തോഷ് മാധവന്റെ തട്ടിപ്പുകൾ പുറം ലോകം അറിഞ്ഞത്. കോതമംഗലം പ്രതിഷേധത്തിൽ മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനും ജാമ്യം. ഉപാധികളോടെയാണ് ജാമ്യം. 50,000 രൂപയുടെ ബോണ്ട് കെട്ടിവെക്കണം. കുറ്റപത്രം സമർപ്പിക്കും വരെയോ 3 മാസം വരെയോ കോതമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കയറരുത്. സംസ്ഥാനം വിട്ട് പോവുകയും അരുത്. പൊതുമുതൽ നശിപ്പിച്ചത് ആവശ്യമായ തെളിവുകളില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതിഷേധം പരിധി വിട്ടെന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ അത് ജാമ്യം നിഷേധിക്കാനോ കസ്റ്റഡിക്കോ പര്യാപ്തമല്ല. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കില്ലെന്നും കോടതി പറഞ്ഞു. കസ്റ്റഡി ആവശ്യം കോടതി നിരസിച്ചു. തോമസ് ഐസക്കിനെതിരെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കിഫ്ബി കേസിൽ തോമസ് ഐസക് വെള്ളം കുടിക്കും. കേസിൽ ഇഡിക്ക് മുന്നിൽ ഹാജരാകണം. കോടതിയുടെ ഒരു പരിരക്ഷയും ലഭിക്കില്ല. കിഫ്ബിയിലൂടെ കേരളത്തെ കടക്കണിയിലാക്കിയത് തോമസ് ഐസക് എന്നും സുരേന്ദ്രൻ വിമർശിച്ചു. അതേസമയം മസാല ബോണ്ട് കേസിൽ മുഴുവൻ രേഖകളുമായി ഈ മാസം 12-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും ഇഡി നോട്ടീസ് ലഭിച്ചു. കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഈ നോട്ടീസ്. എന്നാൽ ഇഡി തനിക്ക് തുടർച്ചയായി സമൻസ് അയക്കുകയാണെന്നും കേസിന്റെ പിന്നിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്നും നോട്ടീസ് നിയമവിരുദ്ധമാണെന്നുമാണ് ഐസക്കിന്റെ നിലപാട്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.